എനിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. താങ്കൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ഡ്രസ്സിങ്ങിൽ പലപ്പോഴും ആ വ്യത്യസ്തത നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പലപ്പോഴും ഞങ്ങളപ്പോൾ ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് ഈ ഇരിക്കുന്ന ഏറെക്കുറെ എല്ലാവരും. ഞങ്ങൾക്ക് അസൂയ തോന്നുന്ന തരത്തിലാണ് താങ്കളുടെ ഒരു ഡ്രസ്സിങ് പാറ്റേൺ. ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഡ്രസ്സ് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ എത്രയും മാത്രം വ്യത്യസ്തനായിരിക്കും. ഇതിന് ഏതെങ്കിലും റോൾ മോഡൽ ഉണ്ടോ? ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു, അതുകൊണ്ടാണ്. എന്റെ വീട്ടിലെ ഡ്രസ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്റെ വീട്ടിലെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ വീട്ടിലും സാധാരണ ആയിട്ട് അദ്ദേഹം ഇതാണ് ഉപയോഗിക്കുന്നത്. നിനക്ക് ഇത് നിനക്ക് എന്താ അസുഖം? അതെങ്ങനെയാണ് സാധാരണ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ? കേരളത്തിൽ ജീവിക്കുന്നവർ സാധാരണ വീട്ടിൽ ഇത്തരത്തിലുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. അല്ല, ഇപ്പൊ ശ്രദ്ധിച്ചപ്പോ തന്നെ കാലില് ഷൂ തന്നെയാണോ? ഷൂ തന്നെയാണ്. അത് ചവിട്ടി തെറ്റിച്ച് ചെരുപ്പ് പോലാക്കിയതാണെന്ന് തോന്നുന്നു. ഷൂ നടക്കുന്നതിന്റെ രീതിയായിരിക്കാം. അതല്ല, അത് മുതൽ മേപ്പോട്ട് ശ്രദ്ധിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലാത്തിലും ഇത് താങ്കളുടെ വീട്ടിലെ ഡ്രസ്സാണ്. അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു നടൻ ഇങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യണം, ചെരുപ്പ് ഇങ്ങനെ യൂസ് ചെയ്യണം. നിങ്ങള് മാത്രമല്ല, അങ്ങനെയല്ല, ഒരു നടൻ ഇന്ന ഡ്രസ്സേ സ്ഥിരം ധരിക്കാവുള്ളന്നും ഒരു ഇതില്ല. സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തിയെ നിങ്ങൾക്ക് വിലയിരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ചെയ്ത വർക്ക് വെച്ച് വിലയിരുത്തും. അല്ലാണ്ട് അയാൾ എന്ത് ഡ്രസ്സ് യൂസ് ചെയ്യുന്നു, അയാൾ എന്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്നു, ഇതൊന്നും ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഞാൻ ചെയ്ത നിങ്ങളുടെ മുന്നിൽ 2 സിനിമയുണ്ട്, ആ സിനിമയെ വെച്ചിട്ട് എന്നെ വിലയിരുത്തും. അല്ലാതെ അല്ലാണ്ട് എന്റെ ജാതി എന്ത്, എന്റെ മതം ഏത്, എന്റെ രാഷ്ട്രീയം എന്ത്, ഞാൻ എങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യും, പിന്നെ അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഞാൻ പോകുന്നു. ബൈ ബൈ.